Hello friends, welcome back to Thahir Vlogs. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്ത ഒരു അടിപൊളി വീഡിയോ കോൺഫറൻസിങ് ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുന്നതിലൂടെ ഇന്ത്യയിൽ ഗൂഗിൾ മീറ്റിനും 8ൻ്റെ പണി കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷനാണ് JioMeet. ഗൂഗിൾ മീറ്റും നമ്മളെ സൂമൊക്കെ പോലെ തന്നെ സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇതും. ഇത് ആൻഡ്രോയിഡിലും iOSലും വെബ് പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ്, നല്ല അടിപൊളി ഫീച്ചേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. JioMeet കുറേ നല്ല ഫീച്ചേഴ്സും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ JioMeet ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതിൻ്റെ യൂസേജും അതിൻ്റെ കൂടെ ഇതിൻ്റെ പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്കാദ്യം JioMeet ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഓപ്പൺ കൊടുക്കാം. ഇവിടെ നമ്മളെ സൂമൊക്കെ പോലെ തന്നെ ഒരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതല്ല, മീറ്റിംഗ് ജസ്റ്റ് ജോയിൻ ചെയ്യാനാണെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റും ചെയ്യേണ്ട, ജസ്റ്റ് ജോയിൻ ചെയ്യാം. അത് നമുക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. അത് നമ്മൾ ആദ്യം സൈനപ്പ് കൊടുക്കാം. സൈനപ്പ് കൊടുത്ത് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് ഒരു ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ ID വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഈ മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യുന്നുള്ള കാര്യം ഗൂഗിൾ മീറ്റിലോ സൂമിലോ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ID വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. ഇമെയിൽ ID കൊടുത്ത് അവിടെ എൻ്റെ പേര് കൊടുക്കാം. ഇവിടെ ടേംസ് അഗ്രി ചെയ്യാം, നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ മെയിൽ പോയിട്ടുണ്ടാവും. നിങ്ങളത് ഇമെയിൽ ഓപ്പൺ ചെയ്ത് ആ വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേഷൻ കംപ്ലീറ്റ് ആവും. നമുക്ക് നമ്മൾ ഇമെയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ എൻ്റെ ഇമെയിൽ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എനിക്കൊരു ഇമെയിൽ വന്നിട്ടുണ്ട് ജിയോന്ന്. ഇതിൽ സിമ്പിളാണ്, ജസ്റ്റ് വെരിഫൈ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. ഗൂഗിൾ ക്രോമിലോ ഓപ്പൺ ചെയ്യാം. ഇവിടുന്ന് നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. പാസ്വേഡ് ഇവിടെ കണ്ടീഷൻസ് ഉണ്ട്. പാസ്വേഡ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നില്ല, എൻ്റെ കണ്ടീഷൻസ് ഇവിടെ ഉണ്ട്. 8 ഡിജിറ്റ്സ് വേണം, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ആ കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് കൊടുത്തതിനാൽ ഇവിടെ കൺഫേം പാസ്വേഡും കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഇത് നിങ്ങൾക്ക് JioMeet പോവാം. JioMeet എന്ന ആപ്ലിക്കേഷനിൽ പോവാം. ഇവിടെ നമുക്ക് സൈൻ ഇൻ കൊടുക്കാം. സൈൻ ഇൻ കൊടുത്ത് നിങ്ങളിപ്പോൾ കൊടുത്ത ഇമെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്യാം. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ഇവിടെ കൊടുക്കാം. ഇതിപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്. ലോഗിൻ ആയി കഴിഞ്ഞാൽ കുറച്ച് പെർമിഷൻസ് ചോദിക്കും, അതൊക്കെ കൊടുക്കാം. കണ്ടില്ല, ഇത്രയും സിമ്പിളാണ് ഒരു അക്കൗണ്ട് ക്രിയേഷൻ. വളരെ സിമ്പിൾ, ഒരു 2-3 സ്റ്റെപ്പിൽ തീരുന്ന ഒരു അക്കൗണ്ട് ക്രിയേഷൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇൻ്റർഫേസ് കണ്ട് നമുക്കൊരു പെട്ടെന്നൊരു ഡൗട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. ഇത് സൂമാണോ അല്ല JioMeet തന്നെയാണോ എന്നുള്ളൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ ഒരു കോപ്പി പേസ്റ്റ് പോലെയാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് കിടക്കുന്നത്. ഇതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. മീറ്റിംഗ്, ന്യൂ മീറ്റിംഗ്, ജോയിൻ, ഷെഡ്യൂൾ, ഷെയർ സ്ക്രീൻ, അങ്ങനെ സാധാരണ നമ്മൾ സൂമിലൊക്കെ കണ്ട് പരിചയമുള്ള ഓപ്ഷൻസ് തന്നെ ഉള്ളത്. നമുക്ക് ആദ്യം ഒരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യാം. അതിന് ന്യൂ മീറ്റിംഗിൽ പ്രസ് ചെയ്യാം. ഇവിടെ നമ്മൾ ആദ്യം സൂമിൽ കാണുന്ന പോലെ തന്നെ സ്റ്റാർട്ട് മീറ്റിംഗ് കൊടുക്കാം, അലോ കൊടുക്കാം. ഇതൊക്കെ അലോ കൊടുക്കാം. ഇപ്പം നമ്മളെ മീറ്റിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ക്യാമറ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്യാമറ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ വീഡിയോ ഇവിടെ ഓഫ് ചെയ്യാം. അതുപോലെ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് നമ്മളെ സ്ക്രീൻ ഷെയർ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഷെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫോണിലുള്ള PPT ഫയലോ അല്ലെങ്കിൽ PDF ഫയലോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഒരു ഫീച്ചർ കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ കൂടെ ഇവിടെ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ നമ്മുടെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ താഴെ ഇൻവൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നമുക്ക് എക്സ്ട്രാ ഒരു ഇൻവിറ്റേഷൻ അയക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇൻവിറ്റേഷൻ അയക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ജിമെയിൽ വഴി അയക്കാം, മെസ്സേജ് അയക്കാം, ഫേസ്ബുക്ക് മെസ്സഞ്ചർ, വാട്സപ്പ് എല്ലാം ഉണ്ട്. അതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് അതുവഴി ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഇവിടെ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ മീറ്റിങ്ങിലുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരോട് നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ മീറ്റിങ്ങിൻ്റെ സെറ്റിങ്സ് കാണാം. എന്തൊക്കെ ഒരുപാട് ലോക്ക് റൂമും അങ്ങനെ ഒരുപാട് സെറ്റിങ്സ് ഇതിലുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒരു പൈസയും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ സൂം ആണെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് 40 മിനിറ്റ് മാത്രമേ ഒരു മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഗൂഗിൾ മീറ്റ് ആണെങ്കിലും അതിന് പൈസ കൊടുക്കണം. ഗൂഗിൾ മീറ്റ് ഇപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞാൽ അതിന് ചാർജ് ഈടാക്കും. അതുവരെയാണ് ഫ്രീ ഉള്ളത്. പക്ഷേ ഇതാണെങ്കിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ജിയോ മീറ്റ് വഴി നമുക്ക് 100 പാർട്ടിസിപ്പൻസിന് വരെ ഒരു മീറ്റിങ്ങിൽ ആഡ് ചെയ്യാൻ പറ്റും. അതും 24 hours ആ മീറ്റിംഗ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻട്രപ്ഷൻ ഉണ്ടാവില്ല. അതുപോലെ ജിയോ മീറ്റ് വഴി നമുക്ക് ഒരു ദിവസം എത്ര മീറ്റിംഗ് വേണമെങ്കിൽ അൺലിമിറ്റഡ് മീറ്റിംഗ് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു നല്ലൊരു ഫീച്ചറാണ്. ആപ്ലിക്കേഷൻ ഹൈലി സെക്യൂർഡ് ആണെന്നുള്ളൊരു ഉറപ്പ് കമ്പനി തരുന്നുണ്ട്. ഈ ഒരു ജിയോ മീറ്റ് എന്ന് പറയുന്നത് മൾട്ടി ഡിവൈസ് സപ്പോർട്ടാണ്. അതായത് ഒരു ഇമെയിൽ ഐ ഡിയും വെച്ചിട്ട് ഒരു ഇമെയിൽ ഐ ഡി വെച്ച് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് 5 ഡിവൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റും. 5 ഡിവൈസിൽ വരെ ലോഗിൻ ചെയ്യാൻ പറ്റും. ആ ഒരു ഫീച്ചർ വേറൊരു വീഡിയോ കോൺഫറൻസിങ് ആപ്ലിക്കേഷനിൽ ഞാൻ കണ്ടിട്ടില്ല. അതൊരു പുതിയൊരു ഫീച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ മുകളിൽ സ്പീക്കറിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. സ്പീക്കറാണോ വേണ്ടതല്ല, ഡിവൈസ് ഓഡിയോ ആണോ, അത് ഹെഡ്ഫോൺ കണക്ട് ചെയ്താൽ അതിൻ്റെ ഓപ്ഷൻസും വരും. ഇവിടെ മുകളിൽ റൈറ്റ് സൈഡിൽ എൻഡ് ബട്ടൺ ഉണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ഈ മീറ്റിംഗിൽ നിന്ന് ലീവ് ചെയ്യാനും പറ്റും. ഇതൊക്കെ ഓൾമോസ്റ്റ് സൂം പോലെ തന്നെയാണ്. ശരിക്കും ഇതൊരു സൂമിൻ്റെ കോപ്പി പേസ്റ്റ് ഇൻ്റർഫേസ് എന്ന് തന്നെ പറയാം. അടുത്തത് നമുക്കെങ്ങനെ ഒരു ഷെഡ്യൂൾഡ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനിവിടെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ മീറ്റിങ്ങിൻ്റെ പേര് കൊടുക്കാം. ഇവിടെ ഞാനൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഞാൻ ഒരു ഡേറ്റുകൾ സെറ്റ് ചെയ്ത് ടൈം നമുക്ക് ഒരു 9 മണി മുതൽ കൊടുക്കാം. 9 മുതൽ 9, ഇപ്പോൾ വേണമെങ്കിൽ 11 മണി വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ടൈം സോണ് ഏത് ടൈം സോണാണുള്ളത് നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ബാക്കി കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യമുള്ള സെറ്റിങ്സ് ആണെങ്കിൽ അതൊക്കെ എനേബിൾ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഡൺ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മീറ്റിംഗ് ക്രിയേറ്റ് ആയി. ഇതാണ് നമ്മുടെ മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, ടൈം, മീറ്റിങ്ങിൻ്റെ ടോപ്പിക്, ID, എത്ര മണിക്കൂറാണ് ഡ്യൂറേഷൻ, ഈ ആ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാനുള്ള പാസ്വേഡ്. ഈ മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വേറൊരാളായിട്ട് ഷെയർ ചെയ്യാം. അതായത് നമ്മൾ മീറ്റിങ്ങിലേക്ക് പങ്കെടുക്കേണ്ടവർക്ക് നമുക്കിത് ഓൾറെഡി ഷെയർ ചെയ്ത് കൊടുക്കാം. അതിന് ഇത് 3ാമത്തെ ഓപ്ഷൻ ഉണ്ട്, ആഡ് ഇൻവൈറ്റീസ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മീറ്റിങ്ങിൻ്റെ ലിങ്ക് വാട്സപ്പ് വഴി ഷെയർ ചെയ്യാൻ പറ്റും. വാട്സപ്പ് സെലക്ട് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് സെലക്ട് ചെയ്യുക, അതിൽ നിന്ന് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്ന അയക്കാനാലും ഇത്രയും സിമ്പിളാണ്. വെരി സിമ്പിൾ ആപ്ലിക്കേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് യൂസ് ചെയ്തപ്പോൾ. ഇവിടെ മീറ്റിംഗ്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ച മീറ്റിംഗ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇന്നത്തെ മീറ്റിംഗ്, നാളത്തെ മീറ്റിംഗ്, അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു പേഴ്സണൽ മീറ്റിംഗ് ആയിട്ട് ഇൻവിറ്റേഷൻ നമുക്ക് ഇവിടുന്ന് സെൻഡ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മീറ്റിങ്ങിൻ്റെ ID അവിടുന്ന് സെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസാണ് ഇതിൽ കാണുന്നത്. അതുപോലെ നമ്മുടെ മീറ്റിങ്ങിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത്രയാണ് മീറ്റിംഗ് ക്രിയേഷനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് എങ്ങനെ നമ്മളൊരു മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അതും
സിമ്പിൾ നമ്മൾ ഇതുവരെ ഉപയോഗിച്ച ആപ്ലിക്കേഷൻസ് എല്ലാം പോലെ തന്നെയാണ്. 2 ഓപ്ഷൻസ് ഉള്ളത്. ഒന്നുകിൽ ഇവിടെ നമുക്ക് ജോയിൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തിട്ട് അവിടെ നമ്മുടെ ജോയിൻ മീറ്റിംഗ് ID എന്താണ് അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് മാറ്റുന്നെങ്കിൽ പേര് മാറ്റാം. ജോയിൻ മീറ്റിംഗ് കൊടുക്കാം. ജോയിൻ മീറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാസ്വേഡ് പ്രോംപ്റ്റ് ചെയ്യും. ഇവിടെ ജോയിനിങ് ഓപ്ഷൻസ് പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓഡിയോയും വീഡിയോ മ്യൂട്ടായിട്ട് ജോയിൻ ചെയ്യണമെന്നുള്ള ഒരു പെർമിഷൻ, ഒരു സെറ്റിങ്സ് ഇവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മാറ്റാം. അടുത്ത ഒരു മെത്തേഡ് സാധാ പോലെ നമ്മൾ ബാക്കിയുള്ള ആപ്ലിക്കേഷനിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഓൾറെഡി പ്രീ ഷെയർഡായിട്ട് കിട്ടിയ ലിങ്ക് വഴി എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എൻ്റെ ഒരു മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാനിവിടെ ഓൾറെഡി സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് വഴി എങ്ങനെ ജോയിൻ ചെയ്യാൻ നോക്കാം. അതിനൊന്നുമില്ല, സാധാരണ നമ്മൾ ആപ്ലിക്കേഷൻസ് പോലെ എല്ലാ ആപ്ലിക്കേഷനും പോലെ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ലിങ്ക് ഉണ്ട്, അതുപോലെ മീറ്റിംഗ് IDയും പാസ്വേഡും ഉണ്ട്. അപ്പോൾ ലിങ്കാണ് ഏറ്റവും സിമ്പിൾ. നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, JioMeet ഓപ്പൺ ചെയ്യുക. ഇവിടെ പേരെന്താ വെച്ചാൽ പേര് നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. ആ പേര് കൊടുക്കുക ഇവിടെ. അതിനുശേഷം ഇതെന്താ വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ഈ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ഓക്കെ, ജോയിൻ കൊടുക്കുക. ഇപ്പം നമ്മൾ മീറ്റിങ്ങിൽ ജോയിൻ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മ്യൂട്ട് ചെയ്യാം, വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം, ഷെയർ സ്ക്രീൻ ഉണ്ട്, നമുക്ക് പാർട്ടിസിപ്പൻസിനെ കാണാം, അതുപോലെ ചാറ്റ് ഓപ്ഷന്, എല്ലാ ഓപ്ഷനും ഇതിലും അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് മീറ്റിംഗ് ലീവ് ചെയ്യണമെങ്കിൽ ഇവിടെ എൻഡ് കൊടുക്കാം, ലീവ് മീറ്റിംഗ് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വീഡിയോസായി വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.